കിച്ചു തന്നെ പരോക്ഷമായി തള്ളിപ്പറഞ്ഞതിന്റെ വിഷമത്തിലായിരുന്നു കുറച്ചു ദിവസങ്ങളിൽ രേണുസുതി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വിഷമം മറികടന്ന് തന്റെ തിരക്കിലേക്ക് രേണുസുതി തിരിഞ്ഞു. ഇപ്പോഴിതാ കിച്ചുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ് രേണുസുതി. ഒരു വ്യക്തി മാറി നിന്ന് സംസാരിക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ തന്നെ ചെയ്യും. പിന്നെ അവരെ വിളിച്ച് ചോദിക്കേണ്ട കാര്യമില്ല. ഞാൻ അവനെ വിളിച്ചില്ല. അവന്റെ ഈ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാറുണ്ട്, കമന്റ് ഇടാറില്ല. എന്റെ വീട്ടുകാർ 100 തവണ വിളിച്ചിട്ടും അവൻ എടുത്തില്ല. ഞാൻ വിളിച്ചാലും എടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഞാനായിട്ട് ആരോടും പിണങ്ങിപ്പോയിട്ടില്ല. ഇന്നും കിച്ചു അമ്മേന്നാണ് വിളിച്ചോണ്ട് എന്തിനാന്ന് വിളി കേൾക്കാനുള്ള മനസ്സെനിക്കുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് രേണുസുതി പറഞ്ഞിരുന്നു. കിച്ചുവിന്റെ മൂന്നാമൻ അമ്മയാണ് ഞാൻ. എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരിക്കലും ആ മക്കളെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടുമില്ല. പ്രായപൂർത്തിയായ കുട്ടിയായതിനാൽ അവൻ അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എന്ന് രേണുസുതി പറയുന്നു. പിണങ്ങിപ്പോയിട്ടില്ല. ഇന്നും കിച്ചു അമ്മേന്നാണ് വിളിച്ചോണ്ട് എന്തിനാന്ന് വിളി കേൾക്കാനുള്ള മനസ്സെനിക്കുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയാണെന്ന് രേണുസുതി പറഞ്ഞിരുന്നു. കിച്ചുവിന്റെ മൂന്നാമൻ അമ്മയാണ് ഞാൻ. എന്ത് കാര്യമാണെങ്കിലും എനിക്കൊരിക്കലും ആ മക്കളെ തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടുമില്ല. പ്രായപൂർത്തിയായ കുട്ടിയായതിനാൽ അവൻ അവന്റെ ഇഷ്ടപ്രകാരം ചെയ്യട്ടെ എന്ന് രേണുസുതി പറയുന്നു.